ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,200 എന്നുള്ള ഒരു ലെവല് റെസ്പെക്ട് ചെയ്യുന്നു. തുടക്കഘട്ടത്തിൽ തന്നെ 25,300 എന്നുള്ള ഒരു ലെവല് റീക്ലെയിം ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുന്നു. എസ്പെഷ്യലി ഇന്ന് IT ആണ് ഒരു സ്റ്റാർ പെർഫോമറായിട്ട് ആദ്യത്തെ മിനിറ്റിൽ നിൽക്കുന്നത്. IT-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം കാണുന്നു. 300-ലധികം പോയിന്റുകളുടെ ഒരു നേട്ടം IT ഇൻഡെക്സിൽ പ്രകടമാകുന്നുണ്ട്. ബാക്കിയുള്ള സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ബയസ് വരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഡേറ്റകളിലേക്കും വാർത്തകളിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടിൽ HCL ടെക് മികച്ച നമ്പേഴ്സ് പ്രഖ്യാപിച്ചിരുന്നു. അതിലുപരി ഗൈഡൻസ് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ. സോ ഇന്ന് HCL ടെക് തന്നെയാണ് ടോപ്പ് ഗെയിനർ പട്ടികയിലുള്ളത്. 1.5% കൂടുതൽ നേട്ടം ആദ്യ മിനിറ്റിൽ തന്നെ HCL ടെക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇനി നമ്മുടെ ഡേറ്റകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 1.54% ആയിട്ട് സെപ്റ്റംബർ മാസത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 2017 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഡേറ്റകളും പ്രതീക്ഷ നൽകുന്നതാണ്. സർ, മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഏകദേശം നമ്മൾ ഇപ്പം ഗ്ലോബൽ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് തുറമുഖങ്ങളിലുള്ള US കപ്പലുകൾക്കുള്ള ചൈന ഏർപ്പെടുത്തിയ പോർട്ട് ഫീസ് ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. സോ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്? ജാസ്മിൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ HCL ടെക്കിൻ്റെ റവന്യൂവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു പക്ഷേ IT സെക്ടറിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റ്. നമ്മുടെ മൈഫിൻ്റെ റിസർച്ച് ഡെസ്കിൽ തന്നെ പറഞ്ഞിരുന്നു, IT എന്ന് പറയുന്ന സെക്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മേ ബി ടോട്ടൽ IT ഇൻഡെക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇത് മേ ബി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം. ഇതൊരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ പറഞ്ഞതല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ മാർക്കറ്റിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന കാര്യമാണ് അല്ലേ. ആ വാല്യുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് വാല്യുവേഷൻ. നമ്മളൊരു കാര്യം ചീപ്പാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് വേറെ പല കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ചീപ്പാണെന്നുള്ളതാണ്. ഒരു കാര്യം സത്യമായിരുന്നു, ഇന്ത്യൻ IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകമെമ്പാടും നമ്മളിത് പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചു. അതായത് ഇപ്പം S&P 500-ലെ 7 സ്റ്റോക്ക്, അതായത് എസ്പെഷ്യലി ഈ മാക്സ് 7 എന്ന് പറയുന്ന സ്റ്റോക്സ് കൂടാതെ നമ്മൾ നോക്കുമ്പോൾ പലാന്റർ ആൻഡ് ബ്രോഡ്കോമും കൂടെ എടുക്കുകയാണെങ്കിൽ S&P 500-ന്റെ ഭൂരിഭാഗവും റിട്ടേണും ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്കുകളാണ് തന്നതെന്നുള്ള. ബാക്കി 493, അതായത് S&P 500-ന്റെ 493 സ്റ്റോക്ക് ആകപ്പാടെ ഡെലിവറി ചെയ്ത റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3%. അപ്പോൾ AI കേപ്പബിലിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ US സ്റ്റോക്ക് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള. നമ്മൾ ഇതേപോലെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതായത് US മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് 493 സ്റ്റോക്സ് വേറെയും നമ്മൾ ഈ 7 സ്റ്റോക്സ് വേറെയും വെക്കുകയാണെങ്കിൽ ആ 7 സ്റ്റോക്സിനെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 493 S&P 500-ലെ 493 സ്റ്റോക്സ് വേഴ്സസ് ഇന്ത്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഏതാണ്ട് വലിയ രീതിയിൽ വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അവർ പോസിറ്റീവാണ്, നമ്മൾ ചെറിയ രീതിയിൽ നെഗറ്റീവ് ആണെങ്കിലും വലിയ റിമാർക്കബിൾ ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല. അതേസമയം ഈ 7 സ്റ്റോക്സ് മേ ബി അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പലാന്ററും ബ്രോഡ്കോമും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ അണ്ടർ പെർഫോമർ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്താ, ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ് എസ്പെഷ്യലി US ഇക്വിറ്റി മാർക്കറ്റിൽ ഹാൻഡ്ഫുൾ ഓഫ് കമ്പനീസ് ആണ് ശരിക്കും പറഞ്ഞാൽ പെർഫോം ചെയ്യുന്നത്. അതായത് ട്രേഡ് ഈസ് ഗെറ്റിംഗ് കോൺസെൻട്രേറ്റഡ് എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ്, സെമി കണ്ടക്ടേഴ്സ്, ചിപ്സ് എന്നിങ്ങനെ കാര്യങ്ങളാണ് ആ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് വന്നത്. നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്യുവർ പ്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ IT കമ്പനികളുടെ ഏറ്റവും വലിയ, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്താ, അവർ ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സർവീസസ് അതിൻ്റെ ഒരു മെയിൻ്റനൻസും മാത്രമായിട്ട് സ്റ്റഡി അസറ്റ് ലൈറ്റ് ക്യാഷ് ഫ്ലോ ബിസിനസ് ആയിട്ട് മാത്രമാണ് അവർ മുന്നോട്ട് പോരുന്നത്. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് ഏരിയയിലൊന്നും അവർ വന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയുകയും കൂടെ ചെയ്തു. അതുമാത്രമല്ല ഇവർക്ക്
ഇവരുടെ സോഫ്റ്റ്വെയർ ഡിവിഷനിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സിലും അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പകരം അസറ്റ് ലൈറ്റ് ആയിട്ട് നിന്ന് വലിയ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത് ഡിവിഡൻസും ബൈബാക്സും ആയിട്ടായിരുന്നു ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസ് മുന്നോട്ട് പോയതെന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ തന്നെ അതിനൊരു ആക്ഷേപമായിട്ട് വന്നു. ബട്ട് ഈവൻ ദെൻ ബാക്കിയുള്ള സർവീസസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യണം, എനിക്ക് തോന്നുന്നു ടോട്ടൽ ഐ ടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇപ്പോൾ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ 10% വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഒരിടയ്ക്ക് ഡബിൾ ഡിജിറ്റ് ഹയർ ഉണ്ടായിരുന്ന ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്ന സെക്ടർ താന്നു വന്ന സ്ഥിതിക്ക് ഇന്നത്തെ വാല്യുവേഷനിൽ എല്ലാ നെഗറ്റീവ്സും ഉൾക്കൊണ്ട് തന്നെ ഐ ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബോട്ടം അപ്പ് സ്റ്റോക്ക് പിക്കിങ്ങിന് ഒരു വാല്യൂ ബൈ ആയിട്ട് മാറിയേക്കാം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മൾ 2 ദിവസം മുമ്പ് TCSൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവരാദ്യമായിട്ട് 1 ഗിഗാവാട്ട് ഡേറ്റാ സെൻറ്ററിലേക്ക് കയറിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴും നമ്മൾ സർപ്രൈസ് ആയിരുന്ന കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഞാൻ പറഞ്ഞു ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ TCS എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ വളരെ ക്യാഷ് ഫ്ലോ ഉള്ള അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അതായത് ഒരുപാട് പൈസ ഇട്ടിട്ട് കുറേ നാൾക്ക് ശേഷം റവന്യൂ ജനറേറ്റ് ചെയ്യണ സ്റ്റഡി അല്ലാത്തൊരു ബിസിനസ്സിലേക്ക് എന്തിനാണ് കയറണമെന്ന് നമ്മളും ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ഇത് ചിലപ്പോൾ TCSന് നെഗറ്റീവായിട്ട് വന്നേക്കാം എന്നുകൂടി പറഞ്ഞു. കാര്യം ഒരു ഡേറ്റാ സെൻറ്റർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ടോൾ റോഡ് അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്ത് ചെയ്തിട്ടിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ടോൾ പിരിച്ച് പൈസ ഉണ്ടാക്കുന്ന പോലെയാണ് ഡേറ്റാ സെൻറ്റർ. നമ്മൾ ഒരുപാട് പൈസ ഇട്ട് ഡേറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനകത്തുനിന്ന് വാടക കിട്ടി നമ്മുടെ കോസ്റ്റും റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് TCSന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് 2 രീതിയിൽ കണ്ടു. TCSൻ്റെ വാല്യുവേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാല്യുവേഷൻ വളരെ കംഫർട്ടിംഗ് ആണെങ്കിൽ പോലും എന്തിനാണ് ഡേറ്റാ സെൻറ്ററിൽ ഇറങ്ങിയെന്നുള്ള ഒരു ആശ്ചര്യം നമ്മളും പ്രകടിപ്പിച്ചെന്നുള്ള. ഇപ്പോൾ HCL ടെക്കിൻ്റെ, ഞാൻ ജാസ്മിൻ പറഞ്ഞതിൻ്റെ അടുത്ത് വന്നത്, ജാസ്മിൻ HCL ടെക്കിൻ്റെ റവന്യൂവിനെ കുറിച്ചുള്ള ഒരു ബ്രോഡർ ഔട്ട്ലൈൻ ജാസ്മിൻ ഇവിടെ മെൻഷൻ ചെയ്തു. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യം വെച്ചാൽ ഞാനിപ്പോൾ റിസൾട്ട്സ് അല്ല നോക്കുന്നത്. റവന്യൂവും പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് മാർജിനും ഡോളർ ടേംസിലെ റവന്യൂവും കോൺസ്റ്റന്റ് കറൻസിയിലെ റവന്യൂ ഒന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. എങ്ങനെയാണ് ഇന്ത്യൻ കമ്പനി ഈ ആർട്ടിഫിഷ്യൽ കേപ്പബിലിറ്റിയിലേക്ക് പിവേർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ വെൽത്ത് US മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാർട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, എസ്പെഷ്യലി നമ്മൾ ഈ MAX 7 അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ്. ഇനി അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ വരാതെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കയറില്ല എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചു. ഈ HCL ടെക്കിന്റെ റിസൾട്ടിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാസ്മിൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു റിപ്പോർട്ട് a separate revenue guidance for artificial intelligence unit. അതായത് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ വെർട്ടിക്കലിന് ഒരു സെപ്പറേറ്റ് റവന്യൂ ഗൈഡൻസ് പറഞ്ഞ ആദ്യത്തെ കമ്പനിയായി മാറി എന്നുള്ള. ഇപ്പം നമ്മൾ TCSന്റെ കഴിഞ്ഞു, ടാറ്റ എലക്സിയുടെ കഴിഞ്ഞു, 2 ഡാറ്റ കമ്പനിയുടെ കഴിഞ്ഞിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല. അവർ കൺസോളിഡേറ്റഡ് ആയിട്ട് ജനറലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ HCL അങ്ങനെയല്ല. ദേ ഹാവ് ബിഗൺ ടു ഗിവൺ എ ലാർജർ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് ടു AI ഡിവിഷൻ എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു $100 million ക്വാർട്ടർലി റവന്യൂ അവരുണ്ടാക്കി. ദാറ്റ് ഫോംസ് അറൌണ്ട് 3% ഓഫ് ദ ടോട്ടൽ ക്വാർട്ടർലി റവന്യൂ എന്നുകൂടി വെച്ചു. അതുമാത്രമല്ല എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിനെ അവർ ഡിഫൈൻ ചെയ്തു. അതായത് ഏതൊക്കെ ഏരിയയിൽ അവർ കയറുന്നുണ്ട്, ഏതൊക്കെ ഏരിയയിൽ അവർ കയറിയില്ല എന്ന് ഈ ക്വാർട്ടറിൽ അവർ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ജനറേറ്റീവ് AI, ഏജന്റിക് AI, ഫിസിക്കൽ AI എഞ്ചിനീയറിംഗ്, ഇത്രയും ഡിവിഷൻസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത്. AI സൈഡിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അതായത് ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള AI മെഷീൻ ലേണിങ്ങും റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനിലും ഞങ്ങൾ ഇപ്പോൾ കയറിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങളൊരു ഗൈഡൻസും തരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്പനികളുടെ AI എക്സ്പാൻഷൻ, കേപ്പബിലിറ്റി എക്സ്പാൻഷൻ, അതിൻ്റെ എക്സ്പെർട്ടീസ്, അതിൻ്റെ റവന്യൂ എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചിലപ്പോൾ മേ ബി ഇന്ത്യൻ മാർക്കറ്റ് ഇത് പോസിറ്റീവായിട്ട് എടുത്തേക്കാം. ഒരു പക്ഷേ ഇന്നത്തെ ഈ പറയുന്ന പോലെ IT സെക്ടറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബയസ് അത് നമുക്ക് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇന്ന് ഓവർ എ പീരീഡ് ഓഫ് ദ ഡ്യൂ കോഴ്സ് ഓഫ് ദ ഡേ എന്ന് നമുക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ ദാറ്റ് മൈറ്റ് ബി വൺ ഗുഡ് റീസൺ എന്നാണ്. നമ്മൾ കമ്മിങ് ബാക്ക് ടു US മാർക്കറ്റ്, നമ്മൾ ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ട്രേഡഡ് ഹയർ അല്ലേ. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോഫ്റ്റനിങ് ഓഫ് സ്റ്റാൻഡ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിരിക്കുന്ന ആ ഒരു ടെൻഷന് ചെറുതായിട്ടൊരു മയപ്പെടുത്തൽ കണ്ടത് കാരണം തന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ US മാർക്കറ്റ് എല്ലാ ഇൻഡിസസും അപ്പായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് US
പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും സൗത്ത് കൊറിയയിൽ മിക്കവാറും മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഹൈലി പ്ലേസ്ഡ് സോഴ്സസ് ഇൻ US പറയുന്നത്. സ്കോട്ട് ബെസന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലേക്ക് ഈ പറഞ്ഞ സ്കോട്ട് ബെസന്റ് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നതിന്റെ ഇടയിലാണ് പറഞ്ഞത് ഈ മീറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ടാകും. കാര്യം ഞങ്ങൾ ഹോപ്പ്ഫുൾ ആണ്, ഓപ്റ്റിമിസ്റ്റിക് ആണ്. ചൈന വലിയ രീതിയിൽ മസിൽ ഫ്ലെക്സ് ചെയ്യരുത്. ഞങ്ങളുടെ ലിവറേജ്, അതായത് എന്തുപയോഗിച്ചാണ് ചൈനയെ ഞങ്ങൾ പിൻ ഡൗൺ ചെയ്യാൻ പോണത് എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് സ്റ്റുഡൻസ്, ചൈനീസ് സ്റ്റുഡൻസ് മാത്രം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു എന്നുള്ളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ കൂടെ ഐ ആം ഹോപ്പ്ഫുൾ ദാറ്റ് ബോത്ത് ദ പ്രസിഡൻസ് വിൽ ബി മീറ്റിംഗ് ഇൻ സൗത്ത് കൊറിയ എന്നും കൂടെ പറഞ്ഞു വെച്ചോ. സോ അങ്ങനത്തെ ഒരു സൂതിങ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം പൊതുവെ US മാർക്കറ്റിനെ ഹയർ ബയസിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ +1.29% അപ്പായിരുന്നു, നാസ്ഡാക്ക് +2.21% അപ്പായിരുന്നു, S&P 500 1.56% അപ്പായിരുന്നു. അതായത് ഓവറോൾ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ഒരു US മാർക്കറ്റ് അപ്പായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. US ട്രഷറീസ് സ്റ്റഡി ആയിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ US ട്രഷറിയുടെ സൈഡിൽ നിന്ന് വലിയ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇമ്പാക്ട്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷനും ഇല്ല. US ട്രഷറി സ്റ്റഡി ആയിരുന്നു. US 10-year ബോണ്ട് ഈൽഡ് 4.06% ആണ്. ഇത് ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ ചൈനയും US തമ്മിലുള്ള ടെൻഷൻസ് ഈസി ചെയ്യുന്നതിൻ്റെ പുറകിൽ തന്നെ ആയിരിക്കും. ബട്ട് ദ സൂപ്പർ സ്റ്റാർ ഇസ് ഓൾവേസ് ബീൻ precious metals. Gold continues its rally എന്നുള്ളതാണ്. അതായത് $4,100 per troy ounce ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് 4,166 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 4,100 എന്ന് പറയുന്ന ടെക്നിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ ദ ഫസ്റ്റ് ടൈം സോ ഗോൾഡ് കണ്ടിന്യൂസ് ഇറ്റ്സ് റാലി എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം സിൽവർ ഇസ് ഓൾസോ മൂവിങ് അപ്പ്. അതായത് $51 per ounce എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രഷ്യസ് മെറ്റൽസ്, അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. സാധാരണ ഈ പ്രഷ്യസ് മെറ്റൽസ് കയറുന്നത് എപ്പോഴാണെന്നറിയോ? അതായത് പൈസയ്ക്ക്, ലോകത്തിലെ ഇൻവെസ്റ്റിങ്ങിനുള്ള പൈസയ്ക്ക് വേറെ ഒരു സ്ഥലത്തും വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഈ കാര്യങ്ങളിലേക്ക് പൈസ കയറുന്നത്. നമ്മൾ പറഞ്ഞു പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡിനും സിൽവറിനും സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള ആൾക്കാരെ അല്ല, അവർക്ക് വേറെ പല കാരണങ്ങളും കൊണ്ടാണ് അവർ സാധാരണ കയറുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു, ഇൻഫ്ലേഷൻ ലോകത്ത് കൂടുകയാണെങ്കിൽ ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ആസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ പൈസ ഗോൾഡിലും സിൽവറിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡിലേക്കാണ് ആദ്യം പോണത്, സിൽവർ അത്രയ്ക്കില്ല. ഗോൾഡ് കയറിയതിന് ശേഷം സിൽവർ ഒരു എന്താ പറയുക, ഒരു യങ്കർ ബ്രദർ എന്നുള്ള രീതിയിൽ ട്രേസ് ചെയ്യണമെന്നുള്ള. രണ്ടാമത്തെ റീസൺ നമ്മൾ ഈ പറയുന്ന പോലെ കറൻസി, അതായത് ഡോളർ ഡിപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പൈസ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഗോൾഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത് സെൻട്രൽ ബാങ്കിന്റെ ബൈയിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിലേക്ക് പൈസ, അതായത് സെൻട്രൽ ബാങ്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം. അവർക്ക് US ട്രഷറീസ് ഉണ്ട്, അത് കൂടാതെ തന്നെ ഗോൾഡ് വേണം എന്നുള്ള ബൈയിങ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആണ്. ഈ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, എസ്പെഷ്യലി ഈ അറബ് ഞാൻ ഈ എന്തുകൊണ്ട് ഈ റഷ്യ യുക്രൈൻ ഫൈറ്റിനെക്കാട്ടിലും ഇസ്രായേൽ ഹമാസ് ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു വെച്ചാൽ, അവിടെ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഈ കോൺഫ്ലിക്റ്റ് ഖത്തറിലോ സൗദി അറേബ്യയിലേക്കോ UAEയിലോ ബഹറിനിലേക്കോ ഈജിപ്തിലേക്കോ ജോർഡനിലേക്കോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലോബൽ ഓയിൽ ട്രേഡിനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടായിരുന്നത് മിഡിൽ ഈസ്റ്റിലെ വാർ ആണെന്നാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി വന്നേക്കുന്നു. ഈ പറയുന്ന പോലെ പാലസ്റ്റീനും ഇസ്രായേലും ഒരു ട്രൂസിൽ വന്ന സ്ഥിതിക്ക് ആ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആകപ്പാടെ മാറിയ സ്ഥാനത്തും എന്തുകൊണ്ടാണ് ഈ പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡും സിൽവറും കയറുന്നു എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ട്രെൻഡാണ് എന്നുള്ളതാണ്. US ഡോളേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരെങ്കിലും വിചാരിക്കുകയാണ് US ഡോളേഴ്സിലുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ വളരെ എന്താ പറയുക, ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല, അങ്ങനത്തെ ആയിട്ടില്ല. കാര്യം US എക്കണോമി മോശമായിട്ടില്ല ഇതുവരെ, US സ്റ്റോക്ക് മാർക്കറ്റ്സും മോശമായിട്ടില്ല. USൽ ഇൻഫാക്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് കുറച്ചു, ഇനി 2 റേറ്റ് കട്ടും കൂടെ വരുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് US എക്കണോമി ഈസ് ഹെൽത്തി. $36 trillion ഡെപ്റ്റ് US-ന് ഉണ്ട്, അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഒരു എവിഡൻസും നമുക്ക് തരുന്നില്ല അവരെ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം. ഈ ടാരിഫ് കൊണ്ട് അവർ കളക്ട് ചെയ്യുന്ന പൈസ തീർച്ചയായിട്ടും അവരെ ഡെപ്റ്റിനെ റെഡ്യൂസിങ് ആണ് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ US എക്കണോമി മോശമായെന്നും US കറൻസീസ് മോശമായെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് US കറൻസിയിലുള്ള വിശ്വാസക്കുറവാണ് പ്രഷ്യസ് മെറ്റൽസ് എന്ന് പോയാൽ
ഒരു പരിധി വരെ അത് കറക്റ്റ് ആണെങ്കിലും അത് 100% ആയിട്ട് നമുക്ക് കണക്കാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പൈസ എന്തുകൊണ്ടാണ് പ്രഷ്യസ് മെറ്റൽസ് ഇന്ന് കയറുന്നത് ഇന്നും അത്ഭുതമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഗ്ലോബൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത കാലത്തുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ കേട്ടത് എന്താ, US അവരുടെ കമ്പനികളുടെ അടുത്ത്, അതായത് ചിപ്പ് മേക്കിംഗ് കമ്പനിയായ NVIDIA എടുത്തും AMD എടുത്തും പറയുന്നത് നമ്മൾ ഈ ചിപ്സ് ഒന്നും, അതായത് വളരെ ഹൈ ക്വാളിറ്റി ചിപ്സ് ഒന്നും ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തെന്ന് റെസ്ട്രിക്ഷൻസ് വെച്ചു. അതിൻ്റെ ഒരു കൗണ്ടർ മെഷർ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ചൈന തിരിച്ച് റെയർ എർത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ റെയർ എർത്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് മാഗ്നറ്റ്സിന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചു എന്നുള്ളതാണ്. അതായത് 12 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 17 റെയർ എർത്ത് സാധനങ്ങളിൽ, കമ്പോണൻസിൽ 12 അവർ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചു. അതായത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഗ്ലോബൽ വാർ ഈസ് ഓൾ അബൌട്ട് സെമി കണ്ടക്ടർ, AI ചിപ്സ് ആൻഡ് AI കേപ്പബിലിറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്ഷൻസും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രംപ് അടുത്ത കാലത്ത് ത്രട്ടൻ ചെയ്ത ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ഉള്ള 100% ടാരിഫ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഈ റെയർ എർത്ത് മിനറൽസിലേക്ക് ചൈന കൈവച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ള. അപ്പോൾ ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, അതായത് കൺട്രീസ് ആൻഡ് ഗവൺമെൻറ് അക്രോസ് ദ ഗ്ലോബ് അവരുടെ എക്കണോമിക് സെക്യൂരിറ്റിയും നാഷണൽ ഇൻട്രസ്റ്റും നാഷണൽ സെക്യൂരിറ്റിയുമാണ് അവർ കൺസിഡർ ചെയ്യണത്. കാര്യം എന്ന് വെച്ചാൽ ഈ സെമി കണ്ടക്ടർ ചിപ്പ് എന്ന് പറഞ്ഞത് ഒരു നാഷണൽ അസറ്റായിട്ട് രാജ്യങ്ങൾ എടുക്കുന്നു എന്നുള്ള, അതായത് ഫ്രീ ട്രേഡോ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ കോർപ്പറേഷനിൽ നിന്നൊക്കെ മാറ്റി ഈ സെൻസിറ്റീവ് സെക്ടർ, അതിൽ ഓണർഷിപ്പ്, അതായത് സെൻസിറ്റീവ് സെക്ടർ എന്ന് വെച്ചാൽ ഈ നാഷണൽ സെക്യൂരിറ്റിയും സപ്ലൈ ചെയിൻ റെസിലിയൻസിനെയും ടെക്നോളജിക്കൽ സോവറിറ്റിയും തരുന്ന ഈ ഒരു സെമി കണ്ടക്ടർ AI സെമി കണ്ടക്ടർ ചിപ്പ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഇപ്പം ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വലിയ വലിയ നിബന്ധനകൾ വയ്ക്കുന്നത് എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിട്ട് മാറി എന്നുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ലോക രാജ്യങ്ങളെല്ലാം ഈ സെമി കണ്ടക്ടർ AI ചിപ്സിനെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ ഔട്ട് ആണെന്ന് തോന്നുന്നു നെക്സ്പീരിയ എന്ന് പറഞ്ഞ കാര്യം. ഈ നെക്സ്പീരിയ എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും പറഞ്ഞാൽ വിങ് ടെക് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനി. ഈ നെക്സ്പീരിയ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഡച്ച് കമ്പനിയാണ്. ഡച്ച് എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട്, അവിടെയുള്ള ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ 100% ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിങ് ടെക് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനിയാണ് നെക്സ്പീരിയയുടെ. ഓക്കെ, ഇപ്പോൾ ഈ നെക്സ്പീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ആർ മേക്കിംഗ് ചിപ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് പവർ ഡിവൈസസ് ഫോർ കാർസ് ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അതിന് ആ യൂറോപ്യൻ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാർസിനും കൺസ്യൂമർ ഇലക്ട്രോണിക്സിനും ഈ വക സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെക്സ്പീരിയ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഡച്ച് ഗവൺമെൻറ് നെക്സ്പീരിയയുടെ കൺട്രോൾ ഏറ്റെടുത്തേക്കുന്നു എന്നുള്ള. കൺട്രോൾ ഏറ്റെടുത്തേക്കെന്ന് പറഞ്ഞാൽ 100% ചൈനീസ് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് ഇവരൊരു പുതിയ അതായത് ആദ്യമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, ഇതുവരെ യൂസ് ചെയ്യാത്ത, അതായത് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് ഈ ഡച്ച്, അതായത് നെതർലൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറഞ്ഞേക്കണം എന്തെന്നറിയോ, ഡച്ച് ഗവൺമെന്റ് വിൽ നോട്ട് ടേക്ക് ഓണർഷിപ്പ് ഓഫ് നെക്സ്പീരിയ, ബട്ട് ഇറ്റ് വിൽ ഹാവ് ദ പവർ ടു റിവോക്ക് ഓർ റിവേഴ്സ് എനി മാനേജ്മെന്റ് ഡിസിഷൻ ബൈ ദ ചൈനീസ് മാനേജ്മെന്റ് which is hurting Dutch economic interest. ഡച്ചിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡിസിഷൻ ഈ ഓണറായ ചൈന എടുക്കുകയാണെങ്കിൽ അതിനെ റിവോക്ക് ചെയ്യാനോ റിവേഴ്സ് ചെയ്യാനുള്ള അധികാരം ഡച്ച് ഗവൺമെന്റ് ഉണ്ട് എന്ന്, അതായത് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആക്ട് അതാണ് പറയുന്നത്. അതായത് ഈ ഡച്ച് എന്ന് പറയുന്നത് ഈ കമ്പനി ഉണ്ടല്ലോ, അതായത് അവർ ഇപ്പം ഇത് പറഞ്ഞോടുകൂടി തന്നെ ഏതാണ്ട് ഈ വിങ് ടെക്കിൻ്റെ സ്റ്റോക്ക് ഏതാണ്ട് 10% ഡൗൺ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഒന്നാമത്തെ ഈ വിങ് ടെക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, US ഏതാണ്ട് എൻറ്റിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിൽ ഓൾറെഡി ഉൾപ്പെടുത്തി വെച്ചേക്കാണ്. ഈ എൻറ്റിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാര്യം വെച്ചാൽ വിങ് ടെക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് US ഗവൺമെൻറ് പരാതി എന്ന് വെച്ചാൽ വിങ് ടെക് ചൈനീസ് ഗവൺമെൻറ് ആയിട്ട് ചേർന്ന് നിന്ന് ലോകത്തുള്ള ഈ AI സെമി കണ്ടക്ടർ ചിപ്പ് കേപ്പബിലിറ്റിയുള്ള കമ്പനികളെ ചൈനയിലേക്ക് അടുപ്പിക്കാനായിട്ട് വിങ് ടെക്കും കൂടി സഹായിക്കുന്നു എന്നുള്ള കാരണത്താൽ ഇതിനെ എൻറ്റിറ്റി ലിസ്റ്റിലാണ് US വെച്ചേക്കുന്നത്. ആ കമ്പനിയാണ് ഇപ്പോൾ 100% ഓണർഷിപ്പ് ഓഫ് ഈ നെക്സ്പീരിയ എന്നുള്ള. ആ നെക്സ്പീരിയ എടുത്ത് ഇപ്പോൾ ഡച്ച് ഗവൺമെൻറ് ആക്ഷനാണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത്. ഇപ്പോൾ ഡച്ച് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ സെമി കണ്ടക്ടർ AI ചിപ്പ് സപ്ലൈ ചെയിനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് ജാസ്മിൻ. കാര്യം വെച്ചാൽ അവരുടെ അവിടെയുള്ള കമ്പനി തന്നെയാണ് ഈ പറയുന്ന പോലെ ASML. നമ്മൾ ഇന്നലെ ASMLനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് ദേ ആർ ദ വേൾഡ്സ് only manufacturer of extreme ultraviolet EUV lithographic machines that are used in the making of high-end
കട്ടിംഗ് എഡ്ജ് സെമി കണ്ടക്ടർ ചിപ്സ് ഇൻ ദ വേൾഡ്. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഡച്ച് എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ നെതർലാൻഡ്സ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഹോളണ്ട് ഗവൺമെന്റ് അവരുടെ ഈ രണ്ട് കമ്പനിയും നെക്സ്പീരിയനും ASMLനെയും വളരെ ക്ലോസ്ലി ചേർത്ത് പിടിക്കുന്നു. ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ ക്രിട്ടിക്കൽ കമ്പോണൻസ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അതായത് US തുടങ്ങി വെച്ചു, ചൈന കണ്ടിന്യൂ ചെയ്തു, ഇപ്പൊ ഡച്ച് ഗവൺമെന്റും കൂടെ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. പിന്നെ ബാക്ക് ഹോം നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ, അതായത് 1.54% ഇൻ സെപ്റ്റംബർ അല്ലെ, ഓഗസ്റ്റിൽ 2.07 ആയിരുന്നു, അവിടുന്ന് 1.5% ആയി എന്നുള്ള. ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ -2.28 വേഴ്സസ് -0.69. റൂറൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 1.07 വേഴ്സസ് 1.69%. അർബൻ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 2.04% വേഴ്സസ് 2.47%. അതായത് 1.47 എന്ന് പറയുന്നത് ജാനുവരി 2017 ശേഷം 8 കൊല്ലത്തെ ഏറ്റവും ലോഗസ്റ്റ് ഫിയർ ആയിട്ട് മാറി എന്നുള്ളതാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം ബേസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം 2024 ഇതേ സമയം ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫിഗറിനെ വച്ച് ബേസ് ആയിട്ട് വെക്കുമ്പോൾ കുറഞ്ഞതാവാം ഒരു റീസൺ. രണ്ടാമത് ലോവർ വെജിറ്റബിൾ പ്രൈസസും കൂടെ ആവാം അതിന്റെ കാരണം എന്നുള്ള. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് എന്താ, 1.54 എന്ന് പറയുമ്പോൾ ഈ RBIയുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് 2%-നും 6%-നും എഗെയിൻസ്റ്റ് ആണ്, ഇടയ്ക്കാണ്. 2-നും 6-നും ഇടയ്ക്കാണ്. ഇമീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് 4%-ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് RBI പറഞ്ഞിരുന്നത്. ഇപ്പൊ 2-ന്റെ 6-ന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്ന ഫിഗർ അത്ര 1.54 എന്നാണ്. അപ്പൊ ഡസ് ഇറ്റ് ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് another rate cut, maybe to the tune of 25 basis points or 50 basis points, reading along with the fact that GST rate has been cut. അങ്ങനെയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് മാർക്കറ്റ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നുള്ളൊരു കാര്യം. എക്സ്പേർട്സ് പറയുന്നത് ഇനി വരാൻ പോണ ഡേറ്റ, ഒക്ടോബർ ഇൻഫ്ലേഷൻ ഡേറ്റയും 1%-ന്റെ അറൗണ്ട് ആയിരിക്കും. കാര്യം GST റേറ്റ് കട്ട് വന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല ഒക്ടോബറിൽ, കാര്യം ഈ ഫിഗർ കണ്ട് സർപ്രൈസ്ഡ് ആവരുത്, ഒക്ടോബർ ഇൻഫ്ലേഷൻ ഡേറ്റ ചിലപ്പോൾ 1%-ന് ചുറ്റുവട്ടമാവാം. ഒന്ന്, GST റേറ്റ് കട്ട് വന്നു. അതുമാത്രമല്ല ഒക്ടോബർ 2024 ബേസ് എഫക്ട്, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് വളരെ ഹൈ ഫിഗർ ആയിരുന്നു, 6.2%. അപ്പോൾ ഇത് കൊണ്ട് തന്നെ 1%-ന് ചുറ്റുവട്ടമായിരിക്കാം. ഇപ്പോൾ 1.54 ഇപ്പോൾ വന്നു ഒക്ടോബറിൽ, ഇനി വരാം സെപ്റ്റംബറിലെ കണക്ക്. ഇനി ഒക്ടോബറിൽ ഈ പറയുന്ന പോലെ 1% കൂടെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കട്ടിന്റെ ചാൻസസ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല, അതായത് കോർ ഇൻഫ്ലേഷൻ ഞാൻ ഇൻഫ്ലേഷൻ ഫിഗേഴ്സിനകത്ത് നിന്ന് ഫുഡിൻ്റെയും ഫ്യൂവലും എടുത്തു മാറ്റുകയാണെങ്കിൽ, ഫുഡും ഫ്യൂവലും എടുത്തു മാറ്റാൻ കാര്യം എന്ന് വെച്ചാൽ, ഫുഡ് എന്ന് പറയുന്നതും നമ്മുടെ ഇവിടുത്തെ മൺസൂണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫ്യൂവൽ എന്ന് പറയുന്നത് വേറെ പല ഗ്ലോബൽ ഫാക്ടേഴ്സും കൊണ്ടായിരിക്കും. അതായത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രണ്ട് കമ്പോണന്റ് എടുത്തു മാറ്റിയിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 2 ഇയർ ഹൈ ആണ്. അത് നോക്കുകയാണെങ്കിൽ 4.5% ഇൻ സെപ്റ്റംബർ. ദാറ്റ് മീൻസ് ഹയസ്റ്റ് സിൻസ് സെപ്റ്റംബർ 2023. 2 കൊല്ലത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഫിഗർ ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഗ്ലോബൽ അറീനയിൽ തന്നെ ഞാൻ ഇന്റർനാഷണൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ വെക്കണമായിരുന്നു. OpenAI, അത് നമ്മുടെ ChatGPTയുടെ മദർ കമ്പനി, ഈ ബ്രോഡ്കോം ആയിട്ട് ഒരു എഗ്രിമെന്റ് മൾട്ടി-ഇയർ, അതായത് 4 ഇയർ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. അതായത് 10 ഗിഗാവാട്ട് ഓഫ് ചിപ്സ്, അതായത് കസ്റ്റം മെയ്ഡ് ചിപ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ OpenAI നമ്മൾ യൂസ് ചെയ്യണ ChatGPTയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന GPUs അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്സ് എന്ന് പറഞ്ഞാൽ NVIDIA പോലത്തെ കമ്പനികളിൽ നിന്നാണ്, NVIDIA, AMD പോലത്തെ കമ്പനികളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ OpenAI മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ബ്രോഡ്കോമായിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ രീതിക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ചിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര നാൾ NVIDIAയും AMDയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് 10 ഗിഗാവാട്ടിൻ്റെ ഒരു കസ്റ്റം മെയ്ഡ് AI ചിപ്സ് 4 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് ബ്രോഡ്കോമായിട്ട് വന്നു. ഇതിനെ ബേസ് ചെയ്ത് ബ്രോഡ്കോമിൻ്റെ സ്റ്റോക്ക് 9% കയറി എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ LG ഇന്ത്യ IPO ആണ്, സ്റ്റെല്ലർ ലിസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. 50% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഗ്രേ മാർക്കറ്റിലൊക്കെ പറഞ്ഞതനുസരിച്ച് 30-38% ആയിരിക്കുന്നതാണ്. കാര്യം വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ ഇത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ IPO സബ്സ്ക്രിപ്ഷൻ തന്നെ 54 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഈ QIB പോർഷനിലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ ആ പോർഷൻ 166 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡും റീറ്റെയിൽ പോർഷൻ ഏതാണ്ട് 3.5 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷനും ആയിരുന്നു. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ സ്ട്രോങ് ഫണ്ടമെന്റൽ ഓൾമോസ്റ്റ് നിൽ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ് എന്നുള്ളത്. അതായത് വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഈ അട്രാക്റ്റീവ് വാല്യുവേഷനിൽ IPO ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ടേക്കേഴ്സ് കാണും എന്നുള്ള. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആംബിറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് എത്രയോ 1800, മോട്ടിലാൽ പറഞ്ഞിരിക്കുന്നത് 1800, നിലവിൽ 1710 നോമൂറ പറയുന്നത് 2000 എന്നിങ്ങനെയുള്ള ടാർഗറ്റാണ് അതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ള. മേ ബി ഇതിന്റെ ലിസ്റ്റിംഗ് മറ്റുള്ള കൺസ്യൂമർ സ്റ്റോക്കുകൾക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സ്റ്റോക്കുകൾസും ഒരു ഇംപെറ്റസ് ആയേക്കാം, അല്ലെങ്കിൽ ആവുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതെന്നല്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ റെയർ എർത്ത് കമ്പോണൻസിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞല്ലോ. ബട്ട് ഇന്ന് രാവിലെ ഞാനൊന്ന് US ഫോക്സ് ബിസിനസ് വെച്ച് നോക്കുമ്പോഴേ ചൈന നമ്മൾ പറഞ്ഞല്ലോ ഇത് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ചൈന ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? ലൈസൻസ് എടുക്കണം, ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്തുള്ളൂ എന്ന്. അതായത് ഇപ്പം രാവിലെ ഇന്ന് ഞാൻ കണ്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചൈന ഹാസ് ബീൻ അക്സെപ്റ്റിംഗ് ലൈസൻസ്. അതായത് ലൈസൻസ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ അവർ പറയുന്ന കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ന്യൂസ് വന്നതോടുകൂടി ഞാനൊന്ന് ഗ്ലോബൽ മാർക്കറ്റിലെ ഈ റെയർ എർത്ത് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ് ഞാൻ നോക്കിയപ്പോഴേ ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ ഇലൂക്ക റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും അരത്തുറ റെയർ എർത്ത് എന്ന് പറഞ്ഞ 2 കമ്പനി ഉണ്ട്. ഈ 2 കമ്പനിയും ഓൾമോസ്റ്റ് 23% അപ്പായിരുന്നു എന്നുള്ള. അതുപോലെ ലൈനാസ് റെയർ എർത്ത് എന്ന് പറയുന്ന കമ്പനി 8.4% അപ്പാണ്. അതായത് അതിന്റെ ഒരു റബ് ഓഫ് എഫക്ട്, അതായത് ആ ചൈനയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ന്യൂസ് റബ് ഓഫ് എഫക്ട് റെയർ എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിന് ഗ്ലോബലി എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ GMDC പോലുള്ള കമ്പനികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് നോക്കണം. അതിൽ GMDC കയറണമെങ്കിൽ അതിനർത്ഥം ഇതാണ് റീസൺ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമർജർ ആണ് ഇത് വിത്ത് എഫക്ട് ടുഡേ, അതായത് ഇന്നലെ ആയിരുന്നു റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. രണ്ട് സ്റ്റോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു സ്റ്റോക്ക് 2 ആയിട്ട് മാറും. ഒന്ന് കംപ്ലീറ്റ് പാസഞ്ചർ വെഹിക്കിൾ ഡിവിഷൻ, മറ്റേത് കംപ്ലീറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ എന്നുള്ളതാണ്. ഈ പാസഞ്ചർ വെഹിക്കിൾ ഡിവിഷൻ നമുക്കറിയാലോ, ഒന്നാമത് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് 11% ഡൗൺ ആണ് 2025 വെച്ച് നോക്കുകയാണെങ്കിൽ. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 87% റവന്യൂ JLR എന്നാണ് കിട്ടുന്നത്. JLRന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെറിയൊരു ഹെഡ് വിൻഡ് ഉണ്ട്, അതായത് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സൈബർ അറ്റാക്ക് കാരണം അവരുടെ ഗ്ലോബൽ ഫാക്ടറി മാനുഫാക്ചറിങ് ഫെസിലിറ്റീസൊക്കെ പാർഷ്യൽ ഷട്ട് ഡൗൺ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന്. പക്ഷേ ഞാനൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് വായിച്ചപ്പോൾ SBI സെക്യൂരിറ്റീസ് പറയുന്നത് മേ ബി ഇതിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ മേ ബി ലിസ്റ്റ് ചെയ്യുമ്പോൾ 320-ക്കും 470-ക്കും ഇടയിലായിട്ടുള്ള ഒരു പ്രൈസ് ഡിസ്കവറി നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് അവർ പറയാനുള്ള കാര്യം വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവർ അടുത്ത കാലത്ത് 3.8 ബില്യണിൻ്റെ ഐവികോ എന്ന് പറയുന്ന ഗ്ലോബൽ കമ്പനിയുടെ ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ ഈ ടാറ്റ മോട്ടോഴ്സ് മേടിച്ചു എന്നുള്ള. ടാറ്റ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ ഡിവിഷൻ മേടിച്ചു എന്ന് വെച്ചാൽ അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കമ്പൈൻഡ് റവന്യൂ ട്രിപ്പിൾ ആവാൻ 2027 അത് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് ആവണം. അതുമുതൽ ഈ കമ്പൈൻഡ് റവന്യൂ ട്രിപ്പിൾ ആവാനും അതുമാത്രമല്ല ഈ ഗ്ലോബൽ EV സെഗ്മെൻറ്റിൽ ഒരു എക്സ്പാൻഷനും അവർക്ക് കിട്ടുന്നത് കാരണം പാസഞ്ചർ വെഹിക്കിൾസിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് എന്ന് വെച്ചാൽ അതോടുകൂടി ഗ്ലോബൽ കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സൈക്കിളിലേക്ക് കയറി ഈ സ്റ്റോക്ക് ഒരു സൈക്ലിക്കൽ സ്റ്റോക്കായി മാറിയേക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ അവർ പാസഞ്ചർ ഡിവിഷൻ SBI സെക്യൂരിറ്റീസ് പറയുന്നത് ഏതാണ്ട് 285 മുതൽ 384 വരെ അത് ലിസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. സോ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. അതായത് വളരെ കൂളായിട്ട് പോകുന്ന മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബട്ട് IT ഇൻഡെക്സിൻ്റെ റിവേഴ്സൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏതായാലും ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് സുരജ് സർ, നമുക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കിടക്കാം. ഞാനിന്ന് ജാസ്മിൻ സ്പോട്ട്ലൈറ്റിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടേം ഇൻഡസ്ട്രിയൽ റിഫോം സ്റ്റോറിയാണ്. അതായത് ഒരു റിഫോം ഒരു സെക്ടറിൽ തന്നെ വളരെ വലിയൊരു ചേഞ്ച് നടക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു സിംഗിൾ സ്റ്റോക്ക് അല്ല, ആ സെക്ടറിൽ 2-3 ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മളും S&P 500 അമേരിക്കൻ മാർക്കറ്റും തമ്മിൽ നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അല്ലേ. അതായത് വളരെ വലിയ റിഫോംസ് നടക്കുന്ന കുറച്ച് സ്റ്റോക്കുകളിൽ മാത്രമാണ് US മാർക്കറ്റ്
കയറി മുന്നോട്ട് പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് 7 നമ്മൾ പറഞ്ഞല്ലോ, NVIDIA, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, ആപ്പിൾ, ടെസ്ല എന്നിങ്ങനെ പറയുന്ന മാക്സ് 7-ഉം അതിൻ്റെ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ബ്രോഡ്കോമും പലാന്റിയറും കൂടെ നോക്കുകയാണെങ്കിൽ ഇവർ ടോട്ടൽ ഏതാണ്ട് ഈ ആ US മാർക്കറ്റിൻ്റെ 35.3% S&P 500 ഹോൾഡ് ചെയ്യണു. അത്ര മാത്രം അവർക്ക് വെയിറ്റേജ് ഇൻക്രീസ് ആയി. അത് മാത്രമല്ല ഈ 9 സ്റ്റോക്സിൻ്റെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 25 മുതൽ 28% വരെ അവർ പെർഫോം ചെയ്തു. എന്നാൽ S&P 500 മറ്റുള്ള 491 സ്റ്റോക്സും കളക്റ്റീവ്ലി പെർഫോം ചെയ്തത് 3% ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതായത് ലോകത്തെ പൈസ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണോ ഓപ്പർച്യൂണിറ്റി പോകുന്നത്, എവിടെയാണോ ഒരു ബിസിനസ്സിന് പുതിയതായിട്ടുള്ള ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെർട്ടിക്കൽ വരുന്നത്, അങ്ങോട്ടേക്കാണ് പൈസ പോകുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് അല്ലേ. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് അമേരിക്കയെ സംബന്ധിച്ചും ബാക്കിയല്ല, ഒരു ഡെവലപ്ഡ് നേഷനാണ് അമേരിക്ക. അവിടെ പല കാര്യങ്ങളും ഇൻഡസ്ട്രീസ് സാച്ചുറേഷൻ ലെവലിലായി. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ടുള്ള ഒരു റവന്യൂ പൂള് കമ്പനിക്ക് വരുന്നു. അതിൻ്റെ ഗ്രോത്ത് എത്രയാണെന്നുള്ള ആർക്കും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകൾ ഈസ് ഗോയിങ് ത്രൂ ദ റൂഫ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പം US മാർക്കറ്റിൻ്റെ S&P 500 ഏതാണ്ട് 35% കൺട്രോൾ ചെയ്യുന്നത് ഈ വക ഹൈ ഗ്രോത്ത് ബിസിനസ്സുകളും നമ്മുടെ ഇവിടുത്തെ 35% കൺട്രോൾ ചെയ്യണത് BFSI ആണ്. നമ്മൾ സ്ഥിരം പറയുന്ന പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് ആണ് നമ്മുടെ ഇവിടെ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്ലിയറായി. ഇതുവരെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്യുവർ പ്ലേ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കോ ഡിവിഷനോ നമുക്കില്ല. കുറച്ച് ഡേറ്റാ സെൻറ്റർ വരുന്നു, കുറച്ച് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് അസംബ്ലി ചെയ്യുന്ന കമ്പനികൾ വരുന്നു എന്നല്ലാതെ പ്യുവർ പ്ലേ NVIDIA-നോ AMD-യോ ഇൻ്റലിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ കമ്പനികളില്ല. അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കുഴപ്പമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള സെക്ടറുകളിൽ ഏതെങ്കിലും ഒരു സെക്ടർ അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ പൂൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ആയിട്ട് നോക്കണം എന്നുള്ളതാണ് അതിൻ്റെ. അതായത് അവിടെ എക്സിസ്റ്റിംഗ് കമ്പനീസിന് പുതിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വെർട്ടിക്കൽ, ഒരു തീർച്ചയായിട്ടും ഒരു ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് തുറന്നു വരുന്നു എന്നുള്ളതാണ് അതിനകത്ത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ സെക്ടറൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു തീം ഓപ്പൺ ചെയ്ത് വരുന്നത് ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറാണ്. നമ്മൾ ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ആ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ അതിൻ്റെ റെലവൻസ് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവണം. കാര്യം അത്രയ്ക്ക് മാത്രം അടിസ്ഥാനപരമായിട്ടുള്ള ചേഞ്ച് ആ സെക്ടറിൽ വന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ്, അതായത് കപ്പൽ ഉണ്ടാക്കുന്ന, വെസൽ ഉണ്ടാക്കുന്ന മാർക്കറ്റിൻ്റെ 85% ഏഷ്യ പസഫിക് റീജിയൻ. 85% ഏഷ്യ പസഫിക് റീജിയൻ എന്ന് പറയാൻ കാര്യം വെച്ചാൽ 70% ലോകത്തുള്ള ഷിപ്സും ഉണ്ടാക്കുന്നത് ചൈനയാണ്. പിന്നെ ബാക്കിയുള്ളത് സൗത്ത് കൊറിയയും ജപ്പാനും. അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഭൂരിഭാഗവും ലയൻസ് ഷെയറും ഏതാണ്ട് ഏഷ്യ പസഫിക് റീജിയനിലാണെന്നുള്ളതാണ്. എന്നാൽ പല കമ്പനികളാൽ പല രാജ്യങ്ങളും ഷിപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതലൊക്കെ ഷിപ്പ് ഓൺ ചെയ്യുന്ന കമ്പനികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ് ഒക്കെയാണ്. ബട്ട് ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന എല്ലാ വെസൽസും ഉണ്ടാക്കുന്ന 70% ചൈനയിൽ, ബാക്കി ജപ്പാൻ, കൊറിയ ഒക്കെ എന്നുള്ള വളരെ ചെറിയ 8 to 10% മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ USTR, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഫെബ്രുവരി 2025 പറഞ്ഞതെന്താ, ചൈനീസ് ഓൺഡ് കാർഗോ ഷിപ്സ്. ഇന്ന് നമ്മൾ കുറച്ചു മുമ്പേ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ജാസ്മിൻ പറഞ്ഞാണ്, അതായത് ചൈനീസ് ഓൺഡ് കാർഗോ ഷിപ്പ് ആൻഡ് തേർഡ് കൺട്രി, അതായത് വേറെ ഒരു രാജ്യം ചൈനീസ് ഷിപ്സിൽ അവരുടെ ഫ്ലാഗ് വെച്ചിട്ട്, അതായത് ഉണ്ടാക്കിയത് ചൈനയാണെങ്കിൽ എന്നാണ് അതിൻ്റെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഏതാണ്ട് ഒരു പുതിയ ഒരു ഫീ US അവരുടെ പോർട്ടിൽ, അതായത് ഒരു പോർട്ട് ഓഫ് കോളിന്, അതായത് ആ ഷിപ്പിൻ്റെ ഒരു പോർട്ട് ഓഫ് കോളിന് $1 million ഓർ മോർ നികത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ചൈന ഇപ്പോൾ ഒരു പെനാൽറ്റി കൊണ്ടുവന്നതായിട്ടാണ് നമ്മൾ US മെയ്ഡ് ഷിപ്സിന് തിരിച്ചൊരു റിട്ടാലിയേറ്ററി ടാരിഫ് അല്ലെങ്കിൽ ഒരു സാങ്ഷൻ കൊണ്ടുവന്നതായിട്ട്, ഒരു പോർട്ട് ഫീ കൊണ്ടുവന്നതായിട്ടാണ് ജാസ്മിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് പണ്ടൊക്കെ കോവിഡിന് മുമ്പൊക്കെ ഇന്ത്യ ഗ്ലോബൽ ട്രേഡിൽ വലിയ പ്ലെയറൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒരു മേജർ പ്ലെയറായി മാറി എന്ന് മാത്രമല്ല, ഒരുപാട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് EU ആയിട്ടും മറ്റുള്ള രാജ്യങ്ങളായിട്ട് വരുന്നു, അമേരിക്കയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതുമൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സീ വേസ് വഴി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതായത് ട്രേഡ് ഇക്വേഷൻ തന്നെ മാറി മറിയുകയാണ് തീർച്ചയായിട്ടും. അതായത് ഈ 95% ഓഫ് ട്രേഡ് വോളിയം
happens by sea. 70% of value happens by sea. അപ്പോൾ സീയുടെ ഇമ്പോർട്ടൻസ് എന്തൂരം കൂടുന്നു. അതായത് നമുക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേജർ 12 പോർട്ടായി കണ്ണടച്ച് തുറക്കണമെന്ന് നമ്മൾ നോക്കുമ്പോൾ മുംബൈ, ചെന്നൈ, കൊച്ചിൻ, ട്രിവാൻഡ്രം, വിശാഖ്, പാരഡൈഫ്, കാണ്ടല. അതുകൂടാതെ 200 ആയിട്ടുള്ള നോൺ മേജർ എയർപോർട്ട്, പ്രൈവറ്റ് ആൻഡ് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പോർട്ടുകൾ, എയർപോർട്ടല്ല പോർട്ടുകൾ, സീപോർട്ടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇന്ത്യ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യണത് FY25 എസ്റ്റിമേറ്റ് അനുസരിച്ച് 1600 മില്യൺ ടൺസ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ മെർച്ചന്റ് ഫ്ലീറ്റ് ആസ് ഓൺ 2025 5550 ഫ്ലാഗ്ഡ് ഷിപ്പ്, അതായത് 15 മില്യൺ ഗ്രോസ് ടൺ. അതായത് ടോട്ടൽ മെർച്ചന്റ് ഷിപ്പ് ഫ്ലീറ്റ് സൈസിൽ ഇന്ത്യ 20ാമതാണ്. എന്നാൽ ഇന്ത്യയുടെ ട്രേഡ് കൂടുന്നു. അതായത് ഇന്ത്യ വളരെ പുറകിലാണ് ഷിപ്പിന്റെ സൈസിൽ, എന്നാൽ നമ്മുടെ ട്രേഡ് ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വക കുഴപ്പങ്ങളൊക്കെ വന്നത്? ഒന്നാമത്തെ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ടെക്നോളജി. ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ടെക്നോളജി ഇല്ല. പിന്നെ ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഗവൺമെൻറ് സപ്പോർട്ടില്ലായിരുന്നു, പിന്നെ പഴയ ലോസും ബിൽസും ആയിരുന്നു. അതായത് നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലല്ല. ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് ഷിപ്പ് ബിൽഡിങ്ങിന് കിട്ടിയിട്ടില്ല, പ്രോപ്പർ ഫണ്ടിങ് കിട്ടിയിട്ടില്ല, ബാങ്ക് ഫണ്ടിങ് കിട്ടിയിട്ടില്ല. പിന്നെ ഈ കസ്റ്റംസ് ഡ്യൂട്ടി, റോ മെറ്റീരിയൽസിൻ്റെ GST ഇതെല്ലാം കൂടെ ആയിട്ട് താറുമാറായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, ദേശീയ ഫ്ലീറ്റ് വരേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗവൺമെൻറ് ഇതാ ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നു. അതായത് സെപ്റ്റംബർ 2005 യൂണിയൻ ഗവൺമെൻറ് നിയർലി 70,000 കോടിയുടെ പാക്കേജാണ് ഡൊമസ്റ്റിക് ഷിപ്പ് ബിൽഡിങ്ങിന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള. അതുമാത്രമല്ല ലാർജർ വെസൽസ് അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് പ്രോജക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുത്തിരുന്നു. അതോടുകൂടി ഈ വക പ്രോജക്റ്റിന് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് സോഴ്സിൽ നിന്ന് ചീപ്പായിട്ടുള്ള ഫണ്ടിങ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാർജർ ഷിപ്സ്, അതായത് 10,000-ന് മുകളിലുള്ള ടണ്ണേജ്, ഗ്രോസ് ടണ്ണേജ് ഉള്ള ഷിപ്സ്, അത് ഇന്ത്യൻ ഓണർഷിപ്പ് ആണെങ്കിൽ, വേറെ ഏതെങ്കിലും രാജ്യം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 1500 ഗ്രോസ് ടണ്ണേജിന് മുകളിലുള്ള ഇന്ത്യൻ മെയ്ഡ്, ഇന്ത്യൻ ഓണർഷിപ്പ്, ഇന്ത്യൻ ഫ്ലാഗ് ഷിപ്പിനാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഷിപ്പുകൾ പണയം വെച്ച് പോലും പൈസ എടുക്കാന്നുള്ള രീതിയിലേക്ക് ആയി എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ 25,000 കോടിയുടെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്, അതായത് ലോ ഇൻട്രസ്റ്റിന് ഷിപ്പ് യാർഡുകൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഷിപ്പ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് സ്കീം, അതും ഏതാണ്ട് 20,000 കോടിക്ക്, അതായത് മോഡേണൈസേഷൻ ഓഫ് ഷിപ്പ് യാർഡ്സ്, അതായത് മെഗാ ഷിപ്പിംഗ് ക്ലസ്റ്റേഴ്സ്, ഷിപ്പ് ബിൽഡിംഗ് കൾച്ചേഴ്സ്, അതായത് കോസ്റ്റൽ ഏരിയയിലൊക്കെ ഈ ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, അത് ഉണ്ടാക്കാനും ഗ്രീൻ ഫീൽഡ്, ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റിനും ഒക്കെ വേണ്ടി ഇത് സഹായിക്കുന്നുള്ളതാണ്. അതുമാത്രമല്ല ഗ്രീൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് വെസൽസ്, അതായത് എക്കോ ഫ്രണ്ട്ലി, ഫ്യൂവൽ എഫിഷ്യൻറ്റ്, LNG പവേർഡ്, ഇലക്ട്രിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽഡ് വെസൽസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ഒരു മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സും വരുന്നു എന്നുള്ളത്. ഇത് മാത്രമല്ല ഒരുപാട് ലീഗലായിട്ടുള്ളതും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനും വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ബിൽസ് പാസ്സാക്കി. അതായത് ഷിപ്പ് റീസൈക്ലിംഗ് ആക്ട് 2019 ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആക്കി മാറ്റി. മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 2025 1958 ആക്ടാണ് മാറ്റിയതെന്നുള്ളതാണ്. അത് ഈ സീഫാറേഴ്സിനും വെസലിൻ്റെ സേഫ്റ്റിക്കും വെസലിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ക്യാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ, അതായത് 1925 ആക്ട്, 100 കൊല്ലത്തിന് പഴക്കമുള്ള ഒരു ആക്ടാണ് മാറ്റിയിരിക്കുന്നത്. അത് ലയബിലിറ്റീസ് ഓഫ് കാരിയേഴ്സ് ആൻഡ് കൺസൈനീസിനൊക്കെ ഒരു സേഫ്റ്റി ഇപ്പോൾ ഉണ്ടാവുന്നതാണ്. ബിൽസ് ഓഫ് ലേഡിംഗ് ബിൽ 2025, അത് കീ ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സിന് സഹായകരമാക്കുന്ന ഒരു ബില്ലാണ്. അത് കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2025, അതായത് സിംപ്ലിഫൈഡ് ലൈസൻസ് ഫോർ ഇന്ത്യ ഫ്ലാഗ് ഷിപ്സ് അലോങ് ദ കോസ്റ്റൽ ഏരിയ എന്നുള്ളത്. അതുമാത്രമല്ല ഇന്ത്യൻ പോർട്സ് ബിൽ 2025, ഇൻ്റഗ്രേറ്റഡ് പോർട്ട് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷസ് മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആൻഡ് സ്റ്റേറ്റ് മാരിടൈം ബോർഡ്സ്. അതുമാത്രമല്ല ഇന്ത്യൻ ഫ്ലാഗ് ഷിപ്സിന് ഗവൺമെൻറ് ടെൻഡറുകളിൽ PSUനും ഗവൺമെൻറ് ഏജൻസീസിനും പ്രിഫറൻസ് കൊടുക്കും ഇവർക്കെന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ സ്കിൽ ഡെവലപ്മെൻറ്റിനും R&Dക്ക് വേണ്ടിയിട്ടുമൊക്കെ വേറെ IITസും മാരിടൈം യൂണിവേഴ്സിറ്റീസും ഒക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 0.6% ഓഫ് ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റ്, അതായത് 1% താഴെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ എയിം എന്ന് പറഞ്ഞാൽ അത് 10 ടൈംസ് ആയിട്ട് കപ്പാസിറ്റി കൂടുക ഷിപ്പ് ബിൽഡിങ്ങിൽ, അതായത് ടോപ്പ് 10 by 2030, ടോപ്പ് 5 by 2047. അപ്പോൾ ഇന്ത്യക്ക് ഏതാണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യണം 2047 കൂടി $18 ബില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തേക്ക് വരണം ടു ബി എ മേജർ പ്ലെയർ എന്നുള്ളതാണ്. ഇതിൻ്റെ മേജർ ബെനിഫിഷ്യറി ബിസിനസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡും മെസഗൺ ഡോക്കും GRSCയുമാണ്, ഗാർഡൻ റീച്ചും കൂടെയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ള. ഇപ്പം എല്ലാവരും കൂടുതലും ഈ ഡിഫൻസ്
ഡിഫൻസിലാണ്. കമേഴ്ഷ്യൽ വെസൽ ഡിവിഷൻ ഇവർക്കൊക്കെ കുറവാണ്. ഇവർ കൂടുതലും ഡിഫൻസ് പരമായിട്ടുള്ള നേവിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പുതിയതായിട്ടുള്ള ഒരു റവന്യൂ പൂള് ഗവൺമെൻറ് തുറന്നു കൊടുക്കുന്നത്. അതായത് ഈ കമ്പനികൾക്ക്, എസ്പെഷ്യലി കൊച്ചിൻ ഷിപ്പ്യാർഡിനും മെസഗോൺ ഡോക്കിനും ഒരു കമേഴ്ഷ്യൽ വെസൽ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കേപ്പബിലിറ്റി ഉണ്ട്. എന്നാൽ അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല. ഗവൺമെൻറ് പ്രോജക്റ്റ്, അതായത് മിലിറ്ററി പ്രോജക്ട്സ് മാത്രം ചെയ്ത് മുന്നോട്ടിരിക്കുമ്പോൾ തുറന്നു കൊടുക്കുകയാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി. അത് ഇന്ത്യക്കെന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കും. നമ്മൾ പറഞ്ഞല്ലോ 90% ചൈന, ജപ്പാൻ, കൊറിയ. ചൈനയോടുള്ള ചൈന +1 സ്ട്രാറ്റജിയിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയായിട്ട് നല്ല EU ഇപ്പം നല്ല പാക്റ്റിൽ വരും. UK ഓൾറെഡി നല്ല രീതിയിലെ ബന്ധത്തിലുണ്ട്. US കൂടി ആയിക്കഴിഞ്ഞാൽ ഏഷ്യ പസഫിക് റീജിയനിലെ ട്രേഡ് മാനേജറായിട്ട് ഇന്ത്യൻ നിർമ്മിത ഷിപ്പുകൾക്ക് ചാൻസസ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ കൊച്ചിൻ ഷിപ്പ്യാർഡും മെസഗൺ ഡോക്കൊക്കെ ഏതാണ്ട് 1500 കോടി ഇതിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മെസഗൺ ഡോക്ക് നോക്കുകയാണെങ്കിൽ ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. 15,000 കോടി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് മിനിമൽ ആയിട്ടുള്ള ഡെപ്റ്റേ ഉള്ളൂ. സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ്. GRSE നോക്കുകയാണെങ്കിൽ ഡെറ്റ് ഫ്രീ ആണ്. കൺസിസ്റ്റന്റ് ഡിവിഡൻഡ് പ്ലെയർ ആണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആൾക്കാർ വേണം, അത് 3 ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ സ്ട്രക്ചറൽ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ടല്ല പറയുന്നത്. ബട്ട് ഇത് നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിൽ മാത്രം ചെയ്യുക. ബട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതായി നമ്മളൊരു 5 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു ജാസ്.